ഗൈസ്, സോ ഇന്നൊരു സൺഡേ ആണ്. അപ്പം ഞാൻ പള്ളിയിൽ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ എക്സാം ടൈമിൽ ഒട്ടിച്ചൊരു കോട്ടാണ്. ഇതാണ് ഞാൻ പഠിക്കണ മുറി. ആൻഡ് ഈ മുറിയിലേക്ക് കയറുന്നതിന് മുമ്പ് ആ സാധനം വായിച്ച് കുറച്ച് മോട്ടിവേഷനൊക്കെ കിട്ടിയിട്ട് കയറാൻ വേണ്ടി ഞാനിങ്ങനെ ഒട്ടിച്ച് വെച്ചതാണ്. എന്താണ് ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ പള്ളിയിൽ പോവാൻ പ്രാർത്ഥിക്കുക, ദാറ്റ്സ് ദ പ്ലാൻ. പിന്നെ ചിലപ്പോൾ ഷോപ്പിംഗ്. അപ്പം ആൻഡ് ഈ സാധനം ഞാൻ പോസ്റ്റ് ചെയ്യുമെന്ന് എനിക്കിപ്പോഴും അറിയില്ല, ബിക്കോസ് ഐ എം ലിറ്റിൽ ബിറ്റ് ഇൻസെക്യൂർ. ഹായ് ഗൈസ്, സോ ദിസ് ഈസ് മൈ റൂം. എൻ്റെ റൂമിലാണ് ഞാൻ ഇരിക്കണത്. ആൻഡ് ഞാനൊരു സാധനം ചെയ്തു. എന്നെപ്പോലെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ ഒരു ഹാബിറ്റ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് നടക്കണില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഐഡിയ ട്രൈ ചെയ്യാം ഗൈസ്. ഞാൻ ഇന്ന് 1-ാം തീയതിയാണ്, ജൂൺ 1 ഞാൻ ഇന്നിരുന്ന് കഷ്ടപ്പെട്ട് പണ്ടത്തെ പോലെ സ്കെച്ച് പേനയും സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ചിങ്ങനെ ഹാബിറ്റ് ട്രാക്ക് പോലെ ചെയ്തതാണ്. പണ്ട് ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യായിരുന്നു, പിന്നെ അതൊക്കെ നിർത്തി. ടുഡേ ഓൺവേർഡ്സ് എനിക്കിതൊക്കെ ചെയ്യണം തോന്നി, ബിക്കോസ് ഞാൻ വെള്ളം കുടിക്കുന്നത് കുറഞ്ഞു, സ്കിൻ കെയർ ചെയ്യാറുണ്ടായില്ല, എവറിത്തിങ്. ലൈക്ക് എനിക്കൊരു മൂഡുണ്ടെങ്കിൽ ഞാൻ ചെയ്യും, അങ്ങനെയായിരുന്നു. മൂഡുണ്ടെങ്കിൽ വെള്ളം കുടിക്കും, അല്ലെങ്കിൽ വെള്ളം കുടിക്കില്ല, അങ്ങനെയൊക്കെയായിരുന്നു. ബട്ട് അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടായിട്ട് എന്ത് വന്നു, കുറേ ഹെൽത്ത് ഇഷ്യൂസ് വന്നു. സോ ഇതൊക്കെ മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വെള്ളമൊക്കെ കുടിക്കണം. പിന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ ഡെയിലി ചെയ്യണം. മൂഡുള്ളപ്പോഴല്ല, എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്യണം. സോ ഞാനിങ്ങനെ സാധനം ഉണ്ടാക്കി, കുറച്ച് ബ്യൂട്ടിഫുള്ളായിട്ട്, എനിക്ക് കുറച്ച് അട്രാക്റ്റീവായിട്ട് ഞാൻ ഉണ്ടാക്കി. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ ദിവസം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ്, ഞാനിപ്പോൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു ആയതുകൊണ്ടു. ഇതിവിടെ ഞാൻ ആയതുകൊണ്ടു കാണാൻ പറ്റണില്ലാന്ന് തോന്നുന്നു. ഇവിടെ ഞാൻ ടിക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ല, ഇത് ഫോക്കസ് ആവുന്നില്ല, ആയതുകൊണ്ട് വൈ. അപ്പോൾ ഞാൻ ടിക്ക് മാർക്കൊക്കെ ചെയ്തു. ഇങ്ങനെ ഇത് പാലിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ഞാൻ യോഗ ചെയ്യാൻ തുടങ്ങി, ആൻഡ് അതും എല്ലാ ദിവസവും ചെയ്യണം. അപ്പം ഇതെല്ലാം എനിക്ക് എല്ലാ ദിവസവും ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഇതുവരെ ക്ലൗഡൊക്കെ വരച്ച് പെട്ടിയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ചെയ്യാൻ. പിന്നെന്താ, ഞാനിവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്, പക്ഷേ എൻ്റെ വീട്ടുകാർ ഇതുവരെ റെഡി ആയിട്ടില്ല. സോ ദാറ്റ്സ് വൈ ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. യാ, ദാറ്റ്സ് ഇറ്റ്. ഇത്രേ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ബൈ. ഓക്കെ ഗൈസ്, പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഒരു വിഷമകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടാറുണ്ടായില്ല, അത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ വരാനൊരു റീസൺ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്നാപ്ചാറ്റ് എനിക്ക് നഷ്ടമായി. എൻ്റെ ഫോണിൽ സ്നാപ്ചാറ്റ് കിട്ടുന്നില്ല. ലൈക്ക് ഞാൻ സ്നാപ്പിലാണ് ഡെയിലി വീഡിയോ എടുക്കും. ലൈക്ക് ഇതുപോലെ വ്ളോഗല്ല, പക്ഷേ ഇങ്ങനെ ഡെയിലി ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കും, സംസാരിക്കും, അതൊക്കെ സേവ് ചെയ്ത് വയ്ക്കും. അങ്ങനത്തെ പണിയൊക്കെ അതിലുണ്ടായിരുന്നു. സ്നാപ്പ് അയക്കും. അതുകൊണ്ടാണ് പിന്നെ യൂട്യൂബ് അങ്ങനെ നോക്കാതൊക്കെ ഇരുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, എൻ്റെ ഫോണിൽ സ്നാപ്ചാറ്റ് കിട്ടുന്നില്ല. ഇറ്റ്സ് ബീൻ ലൈക്ക് 3 days, 3 or 4. അപ്പോൾ എനിക്കിങ്ങനെ സംസാരിക്കാനും എനിക്കിങ്ങനെ എടുക്കാനും ഒന്നും സ്നാപ്ചാറ്റില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു യൂട്യൂബിൽ ഇങ്ങനെ ഇടാം. കാരണം എനിക്ക് മെമ്മറീസൊക്കെ ഇങ്ങനെ എൻ്റെ ഓരോ ദിവസവും എന്താണ് എന്നുള്ളത് എനിക്കിങ്ങനെ പിന്നീട് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സ്നാപ്പിലാകുമ്പോൾ ലൈക്ക് ഇങ്ങനെ 1 year ago എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഞാനിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഇടാറുണ്ട്, സേവ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വരുന്ന കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. പക്ഷെ ഇപ്പം അതില്ല. അപ്പോൾ ഐ തിങ്ക് ഇതുപോലെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലിടാം. കുറേ നാൾ കഴിയുമ്പോൾ എനിക്ക് തന്നെ ഇരുന്ന് കാണാമല്ലോ, ഞാൻ എന്തൊക്കെ പറയണേ, അല്ലെങ്കിൽ ഞാൻ അന്ന് എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ. അതാണ് സംഭവം. To open Instagram or YouTube Shorts, and then we just end up down the rabbit hole. So this is why in this ഗൈസ്, ഞാൻ ചോളിപ്പോൾ ലുലുവിലാണ്. അപ്പിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സബ്സ്ക്രൈബേഴ്സിനൊരു ഹായ് കൊടുക്കുമോ?
സബ്സ്ക്രൈബേഴ്സിന് ഹായ് ഇല്ല ഗൈസ്, ഹായ് ഒന്നുമില്ല. ഹായ് ഒന്നുമില്ല. 11:07 എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നു ഗൈസ്. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ലുലുയുടെ അകത്ത് റേഡിയോയും വർക്ക് ചെയ്യുന്നില്ല, പാട്ടും കിട്ടുന്നില്ല. ഓക്കെ ബൈ ഗൈസ്. ഹായ് ഗൈസ്, രാത്രിയായി. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ 11:40 ഓക്കെ. ആൻഡ് ഇനി ഡ്രസ്സ് മാറണം, മുഖം കഴുകണം, ഇത് ഈ ഐലൈനറൊക്കെ കളയണം, പിന്നെ ജേർണൽ എഴുതണം, എന്നിട്ട് കിടന്നുറങ്ങണം. അതിനു മുമ്പ് എൻ്റെ മറ്റേ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. കുറച്ച് സംഭവങ്ങളൊക്കെ മറ്റേ പേപ്പറിലൊക്കെ കാണിച്ചിടും, അതെല്ലാം കംപ്ലീറ്റ് ചെയ്യണം, എന്നിട്ട് ഉറങ്ങണം. പിന്നെ നാളെ രാവിലെ 5:45 എണീക്കണം, ബിക്കോസ് നമുക്ക് 6 മണിക്ക് ഇതുണ്ട്, യോഗയുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്സ്, ഗുഡ് ഡ്രീംസ്. ഈ ജൂൺ ഫുള്ള് അടിപൊളി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫോർ മീ ആൻഡ് തിങ്ക്